Good morning to all. Good morning, ma'am. Morning, Good ma'am. morning. Good morning. Morning. Okay, start ചെയ്യാം നമുക്ക്. So start with prayer. Start ചെയ്തോളൂ. Let's all join your hands. Then say the prayer. Dear God, thank you for this beautiful day. Bless our teachers, parents, and friends. Help us to learn new things, be kind to everyone, and do our best today. Give us happy heart and peaceful mind. Thank you, Almighty. I would like to Ashwati ma'am and all the friends to the class. Let's be productive class. Okay, thank you. So സോറി മാം, ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അപ്പൊ മൈൻഡ് വിട്ടുപോവാണ്. Yeah, it's okay. ക്ലാസ്സിലല്ലോ അറിയാം. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് അല്ലെ? ഇന്നലെ ഞാൻ തന്നെയായിരുന്നു, ഇന്ന് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മള് ഇംഗ്ലീഷ് പോർഷൻ ഏകദേശം അല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഒരു ഡൗട്ട്സും ഇല്ല, എല്ലാം ക്ലിയർ ആണോ? ഒന്നും വേണ്ടുന്നില്ലല്ലോ, സംസാരിക്കൂ. ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇനി നമുക്ക് ക്ലാസ് ഇല്ല. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ലാസ്റ്റ് ക്ലാസ് ആയിരിക്കില്ല, എന്നാലും ടേം എക്സാമിന് മുന്നുള്ള ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ലേ? കുറച്ചുപേരേ ഉള്ളല്ലോ ക്ലാസ്സിൽ. എന്റെ വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും അല്ലെ? കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്തിട്ട് ഞാൻ ടേം എക്സാമിനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് പേരൊന്ന് ജോയിൻ ചെയ്യട്ടെ, കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവർ ചെയ്തില്ലേ അല്ലേ? 2, 3 ക്ലാസ് റൂം ഇംഗ്ലീഷ് നോട്ട് കിട്ടിയായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്നായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് റൂം ഇംഗ്ലീഷ്, അതിന്റെ ബേസിക് കുറച്ച് നോട്ട്സ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൈൻഡ് ഓഫ് സെന്റൻസുകൾ. ഓക്കെ, ദെൻ പിന്നെ 9th ചാപ്റ്ററിന്റെ കണ്ടീഷൻ സെന്റൻസിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിങ്ങിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രേസൽ വെർബിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? എല്ലാ മോക്ക് ടെസ്റ്റും കിട്ടിയായിരുന്നു. ഇതിൽ മോക്ക് മിസ്സിംഗ് ഉണ്ടോ? 9 ഓൾറെഡി ഉണ്ട്, 9, 14, 15, പിന്നെ ഏതെങ്കിലും ഉണ്ടോ? 12ഉം 13ഉം കിട്ടിയായിരുന്നോ മോക്ക് ടെസ്റ്റ്? ഒന്ന് ചെക്ക് ചെയ്യട്ടെ മാം, നോക്കി. പിന്നെ ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് അല്ലെ, ഇത് ഇന്ന് മിക്കവാറും ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് അപ്ലോഡ് ചെയ്യും മോക്ക് ടെസ്റ്റ്. ദെൻ കണ്ടീഷൻ സെന്റൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ 4 മോക്ക് ടെസ്റ്റ്, 4 ചാപ്റ്റർ മോക്ക് ടെസ്റ്റ് ഇന്ന് അപ്ലോഡ് ചെയ്യും കേട്ടോ. അതുപോലെ ക്ലാസ് റൂം ഇംഗ്ലീഷിന് നോട്ട്സ് ഒന്നും ഉണ്ടാവും. ഓക്കെ,
ദെൻ പിന്നെന്താ, ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾ റിവിഷൻ ചെയ്തായിരുന്നോ? ചെയ്യാനുള്ള സമയമൊന്നുമില്ല അല്ലെ? ജസ്റ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് പോയാലോ? റെഡിയാണോ എല്ലാവരും? ഇപ്പൊ ക്ലാസ് റൂം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകളാണ്. അത് ഞാൻ ക്ലാസ് റൂമിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നൗൺ ആൻഡ് പ്രോണൗൺ അറിയാലോ. നൗൺ ഏതൊക്കെയാണ്? നൗൺ എന്ന് പറയുന്നത് നെയിം ആണ്. നൗൺസ് നെയിം ആദ്യം മുതൽ റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ടേം ടു മാത്രം നോക്കിയാൽ മതിയോ? എന്ത് വേണം? മിസ് ഇന്നലെ 7th ചാപ്റ്റർ നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് അപ്പൊ 7th ചാപ്റ്റർ അല്ലേ നൗൺസ് എന്ന് പറയുന്നത്? അല്ല, അത് സെക്കൻഡ് ചാപ്റ്റർ. ആ ശരി, ആ 7th നോക്കണ്ട അല്ലെ? നൗൺ ഫ്രേസസ് ആൻഡ് ക്ലോസസ്. ഓക്കെ. ടേം ടു മാത്രം പറഞ്ഞാൽ മതിയോ? ടേം ടു മാത്രം പറഞ്ഞാൽ പോരെ? മെയിൻ എക്സാമിന് ആദ്യം ഒരു കാര്യം പറയട്ടെ. മെയിൻ എക്സാമിന് മുന്നായിട്ട് എന്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? മീൻസ് ഇതുപോലെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാനോ അതിന് ക്ലാസ് ആവശ്യമുണ്ടോ? വേണം മാം. അതെന്തത്തേക്കാ വെക്കുക? മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ വേണോ? മാം ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ മതി. അതിന് മുമ്പ് ജിഷ മിസ് ഇതുപോലെ റിവിഷൻ ക്ലാസ് വെക്കുന്നുണ്ട്. 31st മുന്നേ വെക്കും, ഓണത്തിന് മുന്നേ. ഓണത്തിന് മുന്നേ. ഇംഗ്ലീഷ് എക്സാം എന്നാണ്? ഐ തിങ്ക് 7th അല്ലേ? എന്നാണ് എക്സാം? ഇംഗ്ലീഷ് എക്സാം 7 ആണ്. എയ്ത്ത് ആണ് മാം. 8th ആണ്. ഓക്കെ. അപ്പൊ എന്നത്തേക്ക് ക്ലാസ് വെക്കണമെന്ന് പറയൂ. മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാലോ 31st പിന്നെ അതിന്റെ മുന്നേ നമുക്ക് വെക്കേഷൻ ആണ്, ഓണം വെക്കേഷൻ ആയിരിക്കും. ആ ടൈമിൽ നമുക്ക് ക്ലാസ് വെക്കാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് മന്ത് ആണ്. നെക്സ്റ്റ് മന്ത് 8th നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വെക്കുക? എങ്ങനെയാണ് പറയൂ. മെയിൻ എക്സാമിന് മുന്നായിട്ട് വെക്കണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന് മുന്നായിട്ട് ക്ലാസ് വെക്കാം? ബെറ്റർ. പറയൂ, നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും. 31st മുന്നാണ് ഞാൻ വെക്കാം, കുഴപ്പമൊന്നുമില്ല. മുന്നേന്ന് പറയുമ്പോൾ ഈ നെക്സ്റ്റ് വീക്ക് വെക്കേണ്ടി വരും. 4th വെക്കണം. എല്ലാവരും ഒപ്പീനിയൻ പറയൂ. മിസ്സിന് എങ്ങനെയാണ് കൺവീനിയൻസ്? ഞാൻ ഫ്രീ വെക്കേഷൻ ആണോ അതോ ഇംഗ്ലീഷ് എക്സാമിന് മുമ്പാണോ? വെക്കേഷൻ പറ്റില്ല. വെക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഓഫീസ് വർക്കിംഗ് അല്ലല്ലോ. അപ്പോ ഇംഗ്ലീഷ് എക്സാമിന് മുൻപ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഞങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്തിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ വെക്കാം. ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ വെക്കും. വേണമെങ്കിൽ 8th വെക്കാം. അത് വേണ്ട മാം, അത് വേണ്ട. അത് വല്ലാതെ ഇങ്ങനെ ഈസി ആയി പോലെ, അത്രയും വേണ്ട അല്ലെ? എന്ന് വെക്കണമെന്ന് പറയൂ. 4th വെക്കണോ, 7th വെക്കണോ, 8th വെക്കണോ? ഞാൻ നിങ്ങളുടെ ടൈമിലൊക്കെ ഫ്രീ ആയിരിക്കും. 10:30 ഞാൻ ഫ്രീ ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാസ് ഈ ടൈമിലാണ്. 4th വെക്കാം മാം. അതാകുമ്പോൾ 2 ദിവസം നോക്കാനുള്ള ടൈം കിട്ടും. 7th ആണോ? 4th 4th മതി. അതാകുമ്പോ 2 days നമുക്ക് നോക്കാനുള്ള സമയം കിട്ടും. അപ്പൊ 4th വെക്കാം. 4th നമുക്ക് ഈ ടൈം തന്നെ കേട്ടോ, 10:30 തന്നെ വെക്കാവേ. 4th എന്ന് പറയും, അയ്യോ 4th എന്ന് പറയും ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ നമുക്ക് 10:30 ഞാൻ അവൈലബിൾ അല്ല. ടീച്ചർ നൈറ്റ് ടൈം പറ്റുന്നതാണോ? നൈറ്റ് ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് 4th 4th 11:30 ഓക്കെ ആണോ? 10:30 പറ്റില്ല, 11:30 ഓക്കെ ആണോ? അപ്പൊ 11:30 വെക്കാം. ഓക്കെ,
അപ്പൊ 4th 11:30 എന്നൊന്ന് ഓർമ്മിപ്പിക്കണുണ്ടോ? ഞാൻ മറക്കുന്ന ഒരു വ്യക്തിയാണ്, അറിയാലോ. എന്നെ എന്റെ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ, അത് അതിൽ കോൺടാക്ട് ചെയ്യാം, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, റിമൈൻഡ് ചെയ്യണം. അപ്പോ മെയിൻ എക്സാം ഒക്കെയാണ് അവിടെ നിൽക്കട്ടെ. ഇനി ടേം എക്സാമിന് ഇമ്പോർട്ടൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ദെൻ അതിന് മുന്നേ എനിക്ക് എന്റെ കോൺടെക്സ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം. എപ്പോഴാ വെക്കുക? കോൺടെക്സ്റ്റ് എപ്പോഴാ ക്ലാസ്സിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം? അതുകൊണ്ടൊന്ന് പറയാമോ? ഈ വീക്ക് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ അല്ലേ? ടേം എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കട്ടെ, കോൺടെക്സ്റ്റ് ക്ലാസ് വെക്കട്ടെ? കുഴപ്പമുണ്ടോ? ഓക്കെയാണ്. 7th നിങ്ങൾ ടേം എക്സാം കംപ്ലീറ്റ് ആവും. 18th തുടങ്ങി നിങ്ങൾ ഫ്രീ ആയിരിക്കും. ഓക്കെ, ആ ഒരു വീക്ക്, ആ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് കോൺടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? യെസ് മാം. ടൈം 10:30 തന്നെ മതിയാവും കേട്ടോ. ഓക്കെ, 10:30 മതിയോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വേണോ? നമ്മൾ എത്ര എന്തോ മോർണിംഗ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനി ജോബ് ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവരുടെയും കൂടി നോക്കിയിട്ട്, ജോലിക്ക് പോകുന്നവരുടെയും നോക്കിയിട്ട്. ഞങ്ങളോട് എങ്ങനെ ഇൻഫോം ചെയ്യാ നിങ്ങള്? അല്ല മാം, ജോലിക്ക് പോകുന്നവരൊക്കെ എന്തായാലും നൈറ്റ് ആയിരിക്കുമല്ലോ അവൈലബിൾ. അപ്പോ എന്തായാലും അവര് സമയത്ത് കയറാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ 11:30 അതിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. ഇൻഫർമേഷൻ വന്നാൽ നിങ്ങൾ അറിയില്ലേ? അറിയാലോ. 17th എന്തായാലും വെക്കേണ്ടല്ലോ. 17th എക്സാം ആണ്, റിലാക്സ് ചെയ്യും. സോ 18th വേണമെങ്കിൽ വെക്കാം. 18th 10:30 നമ്മൾ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, 18th 10:30 നമുക്ക് ക്ലാസ് വെക്കാം. അതിനുശേഷമുള്ള ക്ലാസ് നമുക്ക് പിന്നീട് പറയാൻ കേട്ടോ. ഓക്കെ, കോൺടെക്സ്റ്റ് നമ്മൾ എത്ര ക്ലാസ് എടുത്തു? 2 ക്ലാസ് എടുത്തില്ലേ? 2 ക്ലാസ് എടുത്തു. വൈവി സ്റ്റാർട്ട് ചെയ്തോ? ടൈം സ്കെഡ്യൂൾ ചെയ്തോ? യെസ് മാം. 10:30 വൈവി ഉള്ളവരുണ്ടാവില്ലേ? ഇല്ല, 3:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പോ 18th ഞാൻ വൈവി അങ്ങനെയാണെങ്കിൽ 10:30 ഞാൻ പറയില്ല കേട്ടോ. ഇൻഫോം ചെയ്യും 10:30 ക്ലാസ് ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ടൈമിൽ ആർക്കും വൈവി വരില്ല. ഓക്കെ, ക്ലിയർ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഇമ്പോർട്ടൻസ് പറയട്ടെ, അതിനുശേഷം കുറച്ച് നമുക്ക് വർത്താനം. ഓക്കെ, നമുക്ക് ടേം 2 വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 9th ചാപ്റ്റർ ഉണ്ടാകും. 9, 11, 12, 13, 14 ആൻഡ് 15. ഈ 6th ചാപ്റ്ററിൽ നിന്നായിരിക്കും ടേം 2 ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, 9, 11, 12, 13, 14, 15. ക്ലിയർ? ഇതില് 9th 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിലെ യൂണിവേഴ്സൽ ട്രൂത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ കണ്ടീഷൻ സെന്റൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ മതി. ഇപ്പോ യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ പറയാണ് if you eat water to 100 degrees Celsius, eat dash എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും: ബോയിൽഡ്, ബോയിലിംഗ്, ബോയ്സ് എന്നൊക്കെയാണ് ഓപ്ഷൻസ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി അല്ലേ അത് ആൻസർ ചെയ്യാൻ, അല്ലേ? നിങ്ങളത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ എന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കൺഫ്യൂസിംഗ് ആയ ഓപ്ഷൻസ് ഒന്നും വരില്ല. അതുകൊണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ അത് യൂണിവേഴ്സൽ ട്രൂത്തിനെ അല്ലെങ്കിൽ സീറോ കണ്ടീഷണൽ ബേസിസ് ഞാൻ പറയാണ്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവരും അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോ ഇഫിന്റെ കൂടെ V1 ആണ് വരുന്നതെങ്കിൽ അവിടെ വിൽ ആയിരിക്കും. ആൻഡ് ഇഫിന്റെ കൂടെ V2 ആണെങ്കിൽ അവിടെ ഗുഡ് ആയിരിക്കും.
ആൻഡ് ഇഫിന്റെ കൂടെ ഹാഡ് ഉണ്ടെങ്കിൽ അവിടെ വുഡ് ഹാവ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ മാത്രം പഠിക്കാം. ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ വില്ല്, വുഡ് ഹാവ് ആയിരിക്കും. ഈ 3 ഓപ്ഷൻസ് ഫസ്റ്റ് കണ്ടീഷൻ തുടങ്ങി തേർഡ് കണ്ടീഷനിൽ വരെ ഓപ്ഷൻസ് ഉണ്ടാകുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ഇതിന്റെ കണ്ടീഷൻ തന്നെ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടേം 2-ന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഡയറക്ട് സ്പീച്ച്. ഡയറക്ട് സ്പീച്ചില് ടേം 2-ന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിക്കാം. ഓക്കെ, ആൻഡ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ ആണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോം ആയിരിക്കും. ഓക്കെ, ആൻഡ് ഹാവ്, ഹാസ്, ഹാഡ് ആണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് V3 ഫോം ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് പാർട്ടിസിപ്പിൾ. ഒന്നില്ലെങ്കിൽ ING ഫോം അല്ലെങ്കിൽ V3 ഫോം ആയിരിക്കും ചോദിക്കാം. ഇതാണ് പാർട്ടിസിപ്പിൾ. അതിൽ നിന്നും ഏകദേശം 2 ദിവസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ ഫ്രേസൽ. ഫ്രേസൽ വെർബ് ഞാൻ പറഞ്ഞു. ഫ്രേസൽ വെർബിനും അതുപോലെ എനിക്ക് തോന്നുന്നു 1-2 ദിവസം എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഞാനൊരു 4 ഇമ്പോർട്ടന്റ് ഫ്രേസൽ വെർബ്സ് പറഞ്ഞുതരാം. അത് മാത്രം പഠിക്കും. അതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. അതായത് നിങ്ങൾ 64 ഫ്രേസൽ വെർബ് പഠിച്ച് എക്സാം എഴുതുന്ന വെച്ചാൽ അത് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് ഒരു 4 ഫ്രേസൽ വെർബ് ഞാനൊക്കെ പറഞ്ഞുതരാം. അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരികയാണെങ്കിൽ ടാഗ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഈസ്, വാസ്, വെയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് നെഗറ്റീവ് ആക്കാൻ അറിയാലോ. ഈസിന്റെ ആണ്, ആം ആറിന്റെ ആണ്. ഓക്കെ, മറക്കരുത്, ആം ആറിന്റെ ആണ്. വാസിന്റെ ആണ്, വിൽ വോണ്ട് ആണ്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസില് സിംഗുലർ വേർബ്സ് ആണ് അവിടെ ചോദിക്കുന്നതെങ്കിൽ അതിനെന്തായിരിക്കും വരാം? ടാഗ് എന്തായിരിക്കും? ഡസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഡു ആയിരിക്കും. ഇനി അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. തെറ്റായി സ്പെൽ ചെയ്ത വേർഡ് പിക്ക് ഔട്ട് ചെയ്യാം. അപ്പോ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം തെറ്റായിരിക്കും. ആ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തിരിച്ചും ചോദിക്കാം, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് ആയി സ്പെൽ ചെയ്ത വേർഡും ചോദിക്കാം. അപ്പൊ ഇതുപോലെ 3 ഓപ്ഷൻസിൽ 2 തെറ്റായിരിക്കും, 1 കറക്റ്റ് ആയിരിക്കും. അത് പിക്ക് ചെയ്യാം. അങ്ങനെയാണ് സ്പെല്ലിംഗിൽ വരാം. സ്പെല്ലിംഗ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയ വേർഡ്സ് ആയിരിക്കും വരാം കേട്ടോ. ഫെമിലിയർ ആയ വേർഡ്സും അതുപോലെ കൺഫ്യൂസിംഗ് ആയ വേർഡ്സ് ആയിരിക്കും ചിലപ്പോൾ വരാം. അത് ഞാൻ ഇമ്പോർട്ടൻസ് പറയുന്നത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരു കാരണവശാലും കഴിഞ്ഞ ബാച്ചിന്റെ ടേം 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പാനും ഒന്നും പോകണ്ട കേട്ടല്ലോ. ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഒന്നും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടൻസ് അറിയാലോ, ഞാൻ പറഞ്ഞ പോലെ പഠിക്കാം. ആൻഡ് ഡയറക്ട് സ്പീച്ച് സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിക്കാം. പാർട്ടിസിപ്പിൾ ING ഫോം അല്ലെങ്കിൽ V3 ഫോം ആയിരിക്കും. അത് 2 നോക്കേണ്ടതാണ്. Then phrasal verb chapters 9, 12, 13, 14, 15, 15 അത്രേ ഉള്ളൂ. 9, 11, 12, 13, 14, 15 6 ചാപ്റ്റർ ആണേ. Then phrasal verbന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. Phrasal verbല് ഇമ്പോർട്ടൻസ് വരുന്നത്, the first one is carry on. Carry on. Then cut down. Carry on. Cut down. Give up. Put on. ഓക്കെ, ഈ 4 ഫ്രേസൽ വെർബ് മാത്രം നോക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? മീനിങ് പഠിച്ചു വെച്ചാൽ മതി. ഈ 4 മീനിങ് പഠി. ക്യാരി ഓൺ എന്നത് കണ്ടിന്യൂ ആണ്, കട്ട് ഡൗൺ റെഡ്യൂസ് ആണ്, ഗിവ് അപ്പ് സ്റ്റോപ്പ് ആണ്, പുട്ട് ഓൺ വെയർ ആണ്. ധരിക്കുക, അതാണ് പുട്ട് ഓൺ. ഓക്കെ,
ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കൂ. മാം ഫ്രേസ് വെർബ് ഒന്നുകൂടെ പറയോ? ഇവിടെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 4 ഫ്രേസുകൾ പോകുമ്പോൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. നോക്കി എഴുതിക്കും. മാം ഈ ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ വന്നിട്ടില്ല. ഇന്ന് അപ്ലോഡ് ചെയ്യും. ഫ്രീസർ ബോക്കിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയാലും നോക്കണേ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ അതുവരെയാണ് വന്നേക്കണത്. അതാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ 9-ഉം 14-ഉം 15-ഉം അതുപോലെ 5 ആർട്ടിക്കിളും ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യും. ബാക്കിയുള്ളതും കൂടി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറയാം കേട്ടോ. 12-ഉം 13-ഉം മാത്രമേ ഉള്ളൂ, ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തൊക്കെയാ ഡൗട്ട്സ് ചോദിക്കൂ. ഒന്നുമില്ല, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തത്, നിങ്ങളുടെ ഈ ഒരു ജേർണിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, എന്താണ് ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഒരു 1 year അല്ലെ? മോസ്റ്റ് എല്ലാവരുടെയും കംപ്ലീറ്റ് ആവും. പിന്നെ എനിക്ക് ഫോണിക്സ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മള് മെയിൻ എക്സാമിന് മുന്നായിട്ടൊന്ന് കാണും. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു അല്ലെ? സോ ഇതായിരിക്കും എന്റെ ഇംഗ്ലീഷ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആണേ. ഇംഗ്ലീഷ് ക്ലാസ് ലാസ്റ്റ് ആയിരിക്കും. പിന്നീടുള്ളതെല്ലാം ഫോണിക്സ് ക്ലാസ്സും അതുപോലെ എക്സാമിന് ബേസ് കുറച്ച് ക്ലാസ്സുകളായിരിക്കും. പ്രോപ്പർ ആയിട്ട് ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു പഠിപ്പിക്കുക അത് സംഭവം കഴിഞ്ഞു. കഴിഞ്ഞത് പഠിച്ചാൽ മതി. ഓക്കെ, പറയോ നിങ്ങളുടെ ഒരു ജേർണി, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഓക്കെ, സംസാരിക്കൂ. നിങ്ങളുടെ പേരൊക്കെ സംസാരിക്കാൻ പറ്റും. സംസാരിക്കും എല്ലാവരും. മാം ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഒരു പേടിയായിരുന്നു. അതായത് എന്ത് മനസ്സിലാവും, നമ്മൾ നേരത്തെ പഠിക്കുമ്പോ തന്നെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചു പോയി അങ്ങനെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ലല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ് ഇതിൽ നിന്നപ്പോ ഒന്നും അറിയാതെയാണ് കയറിയത്. പക്ഷെ എന്തൊക്കെയോ കോൺഫിഡൻസ് മാമിന്റെ ഞങ്ങൾക്ക് കിട്ടി, അതാണ് സത്യം. ഒന്നും മനസ്സിലായില്ലെങ്കിലും മാമിന്റെ ഒരു മോട്ടിവേഷന്റെ ഒരു ഇതില് എനിക്കൊരു ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ്, മനസ്സിലാകും, പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് മാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഒരു ക്ലാസ് പോലും നമ്മൾ റെക്കോർഡ് ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി, ഒരു ക്ലാസ്സിൽ പോലും മാം മോട്ടിവേഷൻ ഒരു സ്പീച്ച് പറയാതെ വിട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആയവരെ പോലും മാം ആ ഒരു ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പോലും ഈ ക്ലാസ്സിൽ കയറുമ്പോ പറ്റും, നമുക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു എനർജി മാം തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടിയത്. ഇപ്പം നമുക്ക് പറയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നമുക്ക് ഒരവിടെ പോയി സംസാരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ശരിക്കും കിട്ടി. അതാണ് സത്യം. പിന്നെ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. പണ്ടൊക്കെ നമ്മൾ എന്താ പഠിപ്പിച്ചതെന്ന് പോലും സത്യത്തിൽ അറിയില്ല. തട്ടിമുട്ടി അതായത് പിള്ളേരുടെ പിടിച്ചു നിൽക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോവല്ലാതെ കറക്റ്റ് ആയിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ കോൺഫിഡൻസോട് കൂടിയിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് ഏറ്റവും വലിയ ക്ലാസ്സിന് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെയാണ് മാഡം. മോട്ടിവേഷൻ, അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. മാം ഡൗൺ ആണ് എന്ന് പോലും മാം പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ.
മാമിന് വയ്യ അല്ലെങ്കിൽ മാമിന് എന്താ പറയാ ജലദോഷമാണ് അല്ലെങ്കിൽ പനിയാണ് മാം പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത്ര എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു മാം. സോ താങ്ക് യു മാം. ഇത്രയും ഞങ്ങളെ ഇതുവരെ എത്തിച്ചതിന് വളരെയധികം താങ്ക്സ്. അതുപോലെ ഞങ്ങൾക്ക് കുറെ അവസരം തന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനും ഇംഗ്ലീഷ് സെമിനാർ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം. അതാണ് ഏറ്റവും വലിയ പ്രൗഡ് ശരിക്കും. ബാക്കിയെല്ലാം നമുക്ക് മീനിങ് നോക്കി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. നമുക്കറിയാം അതിൻ്റെതായ പോയിന്റ്സ് കൊടുത്ത് അതിൻ്റെതായ ഇതിൽ തന്നെ പറയണം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് അവസരം തന്ന് ഇത്രത്തോളം എത്തിച്ചതിന് മാമിന് വളരെയധികം താങ്ക്സ്. അത് കൊള്ളാം. ഓക്കെ, മാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ അറിയാന്നുണ്ടെങ്കിലും സൗണ്ട്സ് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് മാമിൻ്റെ ഈ ക്ലാസ്സിൽ കയറിയപ്പോഴാണ് സൗണ്ട്സ് മനസ്സിലായത്. പക്ഷെ അതെന്തോ ഒരു ഉപകാരപ്രദമായത് പിന്നെ ഷിപ്പിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ മോണ്ടിസോറിയുടെ ഇതിൽ തന്നെയാണ് ഞാൻ പോയേക്കണത്. ഇപ്പം അവിടെ കൂടുതൽ മോണ്ടിസോറിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഈ ലെറ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ സൗണ്ടും കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ സൗണ്ട് പഠിച്ചതോട് ഇത്രയ്ക്കും ഉപകാരങ്ങൾ എന്ന് വെച്ചാൽ അവിടെ സൗണ്ട് മോണ്ടിസോറി ആയതുകൊണ്ട് കൂടുതലും LKG UKG സൗണ്ട്സ് ആണ് പഠിപ്പിച്ചിട്ട് ലെറ്റേഴ്സ് പഠിപ്പിക്കണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് തന്നെ ഈ കോഴ്സിന് ചേർന്ന് പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലായത് മാമിൻ്റെ ക്ലാസ്സിൽ കയറിയ പിന്നീട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ എഴുതാനും മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ സംസാരിക്കാനും അതിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടാനും മാമിൻ്റെ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം. അപ്പൊ സൗണ്ട്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് ക്ലാസ് ആരും മിസ് ചെയ്യരുതല്ലോ. ഇത് നിങ്ങൾ പറയുമ്പോഴാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം കോണ്ടെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ? എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പഴയത് എങ്ങനെയായിരുന്നു അതുപോലെ ഒരിക്കലും ആരും ആകാൻ പോകുന്നു. മീൻസ് നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി, എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം വന്നു. അതെന്നെ ധാരാളമാണ്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്താണോ അത് കുറച്ചുകൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇംപ്രൂവ് ചെയ്തെടുക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ഒരിക്കലും നമ്മൾ ഇതുവരെയും പഠിച്ചതും ഒന്നും അല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ആ ഒരു ബിഗിനർ ലെവലിൽ നിന്ന് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഇംഗ്ലീഷ് ലേണിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. കാരണം ഇതുവരെയും പഠിച്ചത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ്. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ വെച്ച് ഇംഗ്ലീഷ് ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതുവരെയും ക്ലാസ്സിൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമറാണ്. ഗ്രാമർ പ്രോപ്പർ ആയിട്ട് പഠിക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാതെ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നത് എനിക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നില്ല. അത് മാത്രമല്ല ക്ലാസ്സിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആകാതെ നിങ്ങൾക്കൊരു മാറ്റം വരില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പൊ ഏകദേശം ഗ്രാമർക്ക് ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാം. ലൈവ് ഒന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. സോ ഇനി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമാണ് നമുക്കൊരു ഇംഗ്ലീഷിലെ ഫ്ലുവൻസി എങ്കിലും കിട്ടുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റും. അതിന് പേടിയോ ടെൻഷൻ ഒന്നും വേണ്ട, പറഞ്ഞു പഠിക്കാം. ഓക്കെ, ഇനി ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. മിണ്ടാതിരുന്ന കാര്യമില്ല. കേട്ടല്ല, നമ്മള് വില്ലിങ് ആയിരിക്കണം. പൊട്ടത്തെറ്റ് പറയാനുള്ള ധൈര്യം നമുക്ക് ഇടം വേണം. ആ ഒരു മൈൻഡോട് കൂടി മാത്രമേ ഏതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ അങ്ങനത്തെ കോഴ്സ് വരാം, എനിക്കറിയില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ.
വരണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ സപ്പോസ് അങ്ങനെ കോഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ റെഡി ആയിട്ട് മാത്രം ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ടായില്ലല്ലോ, അല്ലെ? സംസാരിക്കാൻ വേണം, അത് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ. പിന്നെന്താ പറയൂ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടൊന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അല്ല ഞാൻ എന്ത് പറയാനാ. ബാക്കി നിങ്ങൾ സംസാരിക്കൂ, മിണ്ടാതിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. മാം ഞങ്ങൾ എങ്ങനെ ഈ ഒരു ഇത്രയും കോഴ്സിൽ സഹിച്ചു, എങ്ങനെയാണ് മാമിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം മാം. എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ MT5 മുതൽ പഠിപ്പിക്കുന്നുണ്ടേ. സോ ഞാൻ ജോയിൻ ചെയ്ത ഞാൻ പഠിപ്പിച്ച കുറച്ച് ബാച്ചസ് ഉണ്ട്. അത് അവരിലൊന്നും കാണാത്ത ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. ക്ലാസ്സിൽ കയറുമ്പോ ടീച്ചേഴ്സിന് യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. പ്രെയർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രെയർ, ന്യൂസ് വായിച്ചിട്ടുണ്ട്, അല്ലെ? എല്ലാ കാര്യങ്ങളും നല്ല പക്ക അല്ലെ, നല്ല രീതിയിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരു ബാച്ചിൽ ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് അത് ഫസ്റ്റ് ടൈം ഞാൻ ക്ലാസ്സിൽ വന്ന് പറയുകയും ചെയ്തു, ഒരു ബാച്ചിൽ ഇങ്ങനെ ഇല്ല. നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മീൻസ് പ്രെയർ വേണം, സൈലന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് പിന്നെ ഇല്ലാണ്ടായി, അതിന് കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾ ഭയങ്കര കോർഡിനേഷൻ ഉണ്ട്. അതിപ്പോഴാണെങ്കിൽ ക്ലാസ്സിൽ എപ്പോഴും പ്രെയർ ചൊല്ലാനാണെങ്കിലും, അയ്യോ ഇന്ന് ആരുമില്ല മിസ്സേ, ഞാൻ വേറെ ആരെങ്കിലും ചൊല്ലോ ഇങ്ങനെ ചോദിച്ച് പോകുന്ന ബാച്ചസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും. അയ്യോ ആള് വന്നിട്ടില്ല മിസ്സേ, അപ്പൊ വേറെ ആരെങ്കിലും ചൊല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ നേരം നമ്മൾ വെക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഒരാളില്ല എങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ ആരും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്ത് അത് മോൺ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര, എനിക്ക് ഇത്രയും നാൾ പഠിപ്പിച്ചതില്, ഇത്രയും ബാറ്റ്സിനെ കണ്ടതില് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. അത് മാത്രമല്ല, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് എന്താണ് ഇംഗ്ലീഷ് പഠിക്കണം, ഭയങ്കര ആഗ്രഹത്തോടു കൂടി ആവശ്യത്തോടു കൂടി വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ഡൗട്ട്സ് ചോദിക്കാനും അത് ക്ലിയർ ചെയ്ത് പോകാനും എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനും ആ ഒരു മൈൻഡ്, അത് ഭയങ്കര സൂപ്പറാണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങളൊരു ബാച്ചാണ് കേട്ടോ. ഈ സെയിം ഡയലോഗ് ഞാൻ എല്ലാ ബാച്ചിലും പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, എല്ലാ ബാച്ചും നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം പറഞ്ഞില്ല എന്ന് പറയും, അതുകൊണ്ട് ഞാൻ പേരിട്ട് പറയുന്നില്ല. എന്നാല് എന്തോ ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയി പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആ ബ്രേക്ക് ആവുന്ന വെച്ചാൽ കട്ടായി പോണു, സ്റ്റക്ക് ആയി പോലെ നിൽക്കണു, സ്റ്റില്ലാവണ പോലെ. ആണോ? എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ? ഓക്കെ, നേരത്തെ ഉണ്ട് മാ. ഉണ്ടോ? ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇനി ക്ലിയർ ആണോ നോക്കിയേ? വോയിസ് ഓക്കെ ആണോ?
ബ്രേക്ക് ആവുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണല്ലോ അവർക്ക്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നെന്താണ്, ബാച്ചിനെ കുറിച്ചും കുറച്ച് അല്ലെ കുറച്ച് പേരൊക്കെ അറിയാമെന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് പേരൊക്കെ ഈ ബാച്ചിൽ അറിയാം. ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് എപ്പോഴും പണിയിട്ട് അറിഞ്ഞില്ല, പേരെടുത്ത് പറയുന്നില്ല. സോ ഓക്കെ, പിന്നെ നിങ്ങൾ പറയോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയോ, നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ ഇവിടെ ജോയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ്. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ടൈമില് ജയദേവസാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലും അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ജോയിൻ ചെയ്യുന്ന സമയത്തെ നിങ്ങൾ ആയിരിക്കില്ല ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സത്യമായോ? ആണ് മിസ്സേ, സത്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ക്യാമറ മൈക്കൊക്കെ ഓഫ് ചെയ്യാൻ വരെ, ഓണാക്കാൻ വരെ പേടിയായിരുന്നു. ഇപ്പൊ സംസാരിക്കണത് തന്നെ ഇതിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. സത്യമായിട്ടും ഒരു കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ തന്നെ ഒരു ഇതുണ്ട്. ഞങ്ങളുടെ ലൈഫ് എവിടേക്കോ വെച്ച് സ്റ്റക്ക് ആയതാണ്. അത് ഈ ഒരു കോഴ്സിലൂടെ ഞങ്ങൾക്കത് വീണ്ടും കിട്ടി. നമ്മൾ ഒന്നിനെയും പേടിക്കരുതെന്നേ. എനിക്ക് എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഒന്നിനെയും പേടിക്കരുത്. എന്തിനാ പേടിക്കുന്നേ? പേടിച്ചിട്ടൊന്നും കിട്ടാനില്ല. സോ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, എന്ത് കാര്യം. അത്രയേ ഉള്ളൂ. ശരിയാണ് മിസ്സേ പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞങ്ങൾ പണ്ട് പഠിച്ചിരുന്നൊരു ടൈമാണെന്ന് വിചാരിച്ചു. മിസ്സുമാർ നമ്മളോട് കുറച്ച് പേരോട് നല്ല രീതിയിൽ കാണിക്കും, പഠിക്കുന്ന കുട്ടികളോട് പഠിക്കാത്ത കുട്ടികളോട് മോശമായിട്ട് കാണിക്കും. അങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് പഠിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു മോണ്ടിസോറി ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മിസ്സിനെ എന്നാണ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും നമുക്ക്. അങ്ങനെ കുറേ നാൾ പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് പിന്നീട് കുറേ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് മിസ്സുമാരായാലും. പക്ഷേ മിസ്സെന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ട്സ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് ഇതിലെ ഫ്രണ്ട്സ് ആയാലും കേട്ടോ. എല്ലാവരും, എല്ലാ ടീച്ചേഴ്സുമാരായാലും നല്ലോണം സഹകരിച്ചാണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കണത്. സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഗ്രൂപ്പിൽ സംസാരിക്കും, അതേപോലെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരുമിച്ച് പോകണ ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെയാണ് മിസ്സുമാരെല്ലാവരും ഭയങ്കര സഹകരണം, ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കണ്ട് പഠിക്കണ ഒരു ക്ലാസ് റൂമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിട്ടില്ല. ക്ലാസ്സിൽ പോലും ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും എഴുതിയത് അവർ വീഡിയോ സഹിതം അല്ലെങ്കിൽ എന്ത് ചെയ്തോ അത് ഞങ്ങൾക്ക് ആ മോഡൽ കാണിച്ചു തരാണ്. കാരണം അത് കോപ്പി അടിക്കുമോ എന്നുള്ള ഒരു പേടി പോലും ഇല്ലാതെ അവർ ഇട്ട് കാണിച്ചു തന്നെ ഞങ്ങൾക്കും കൂടി അത് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്. നല്ല കട്ട സപ്പോർട്ടായിട്ട്. ഇനി ആ ഗ്രൂപ്പ് കളയല്ലേ എന്നൊന്ന് ഈ കോഴ്സ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഉണ്ടാവണം. ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആരും മിണ്ടാതിരിക്കരുത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇപ്പോഴും അങ്ങനെ ഒരുപാട് ബാച്ചസ് അത് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് ഞാനത് പറയാൻ പോകാറുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് എപ്പോഴും നിങ്ങൾ പറയാം എനിക്ക് നോട്ട്സ് കിട്ടുന്നുണ്ട്, അത് പറയാൻ ഞാൻ മിക്ക ബാച്ചിൽ അത് പോയി പറയാറുണ്ട്. നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം കുറെ നിങ്ങളിൽ കണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ഞാൻ പറഞ്ഞൊരു കാര്യം കൂടിയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതായത് നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇനി അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ ആ ഗ്രൂപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, എത്ര ബിസി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അത് എവിടെയും വെച്ച് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല മിസ്സേ, ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കണേല് കുറച്ച് എനിക്കൊക്കെ കുറച്ച് ഇത് ബുദ്ധി കുറവുള്ള ഒരു കൂട്ടത്തിലാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ. അപ്പം എനിക്കങ്ങനെ സംശയം തോന്നുന്നു, ഞാൻ ചെയ്യണത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പം എനിക്ക് ഒരുപാട് പേരിങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കും ഇങ്ങനെയാണ് ചെയ്യണത്. അതേപോലെ സനില മിസ്സിനോട് കുറേ പേരോട് കേട്ടാ ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സനില മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഗ്രൂപ്പിലും ഇങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ അവരുണ്ടാക്കി കുറേ പിക്ചേഴ്സ് നമുക്ക് ഇട്ട് കാണിച്ചു തരും. നമ്മൾ അതേപോലെ ഉണ്ടാക്കണമല്ല, അതേപോലെ നമുക്ക് ഇങ്ങനെ അറിവ് കിട്ടും. അപ്പോൾ അങ്ങനെയാണല്ലേ ഉണ്ടാക്കേണ്ടത്. കുറേ ഇപ്പം മെറ്റീരിയൽസ് കുറേ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു.
യൂസ്ഫുൾ ആയിക്കോട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അത് മാത്രല്ല എല്ലാവരും ഈ പ്രൊഫഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കാട്ടോ. ജോലി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടീച്ചറായിട്ട് ജോലി നോക്കാം, ട്രൈ ചെയ്യാം, നമ്മള് അതനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുമ്പോൾ എളുപ്പമല്ല, ആദ്യം മനസ്സിലാക്കണം. എനിക്ക് പറഞ്ഞ പോലെ ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ കാണാം, എല്ലാവരോടും ഒരേപോലെ പഠിപ്പിക്കുക, എല്ലാവരും പഠിപ്പിക്കാൻ നോക്കാം. മനസ്സിലായോ? പഠിക്കുന്ന പിള്ളേരെക്കാൾ കൂടുതൽ നമ്മൾ പഠിക്കാത്തവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കാൻ നോക്കാം. അതിലെനിക്ക് കുറച്ചുകൂടെ ഞാൻ അങ്ങനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. കാരണം അവർക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടാവും. പക്ഷെ ചില കുട്ടികളുണ്ട്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറയാൻ പറ്റും. ചില ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആക്റ്റീവായ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കുന്നവരുണ്ട്. ചിലരൊന്നും ചോദിക്കാതെ മിണ്ടാതിരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും ഇതുപോലെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരെ നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത് നമ്മൾ അവരോട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും. ഓക്കെ, അവരും ലാസ്റ്റ് അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന ഗ്രൂപ്പ് കുറച്ച് പേര് ആക്റ്റീവാണ്, അവരോട് മാത്രം സംസാരിക്കുക. പണ്ടത്തെ ഒരു മെന്റാലിറ്റി ആണത്. ആക്റ്റീവായ സ്റ്റുഡൻസിനെ മാത്രം പിക്ക് ഔട്ട് ചെയ്ത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും, അവരോട് മാത്രം എല്ലാ കാര്യങ്ങളും പറയും, ഷെയർ ചെയ്യും. എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഈക്വലി ആണ്. എല്ലാവരും ഒരേപോലെ പഠിക്കാൻ വരുന്നവരാണ്. അവിടെ പഠിക്കുന്നവര് പഠിക്കാത്തവരൊന്നുമില്ല. എല്ലാവരും ഈക്വലി ആണ്. എല്ലാവർക്കും ഒരേപോലെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുക, എല്ലാവർക്കും ഒരേപോലെ നമ്മൾ പഠിപ്പിക്കുക, എല്ലാവരും ഒരേപോലെ നമ്മൾ കെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതെപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രം, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ സബ്ജക്ട് വൈസ് മാത്രം ഒരിക്കലും പഠിപ്പിക്കാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പറഞ്ഞു കൊടുക്കാനുണ്ട്. അതെല്ലാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം, നമുക്ക് അത്രയും ഉറപ്പാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം. ക്ലിയർ? പിന്നെ ഞാൻ മിക്ക ക്ലാസ്സിലും ഞാൻ ചോദിക്കുന്നതാണ്, കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ചോദിക്കും ഞാൻ എന്റെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ. ഞാൻ നോർമലി ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാനും ഇതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചറോ അങ്ങനെ ഒന്നുമല്ല. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും നാൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കാൻ നിങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടോ, എന്താണെങ്കിലും നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ എന്താണെങ്കിലും പറയാം, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, നെഗറ്റീവ്സും പറയാം, പോസിറ്റീവ്സും പറയാം. ഞങ്ങളുടെ ഗ്രൂപ്പിലും കുറെ പേർക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, ചോദിക്കാനായിട്ട് മടിയുള്ളവരും ഉണ്ടാവും. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് ബ്രീഫ് ചെയ്തിടും നോട്ട്. കൂടുതലും സനിലാണ് ഇടുക. സനിലേസിന് ഒഴിവില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ആ നോട്ട് എടുത്താൽ മതി പഠിക്കാനായിട്ട്. എഴുതിയെടുത്തിട്ടായാലും ഓരോരുത്തരും എങ്ങനെയാണോ എഴുതുന്നത് ആ രീതിക്ക് അനുസരിച്ച് അത് എടുത്തു തരുന്നതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഉപകാരമാണ് അത് ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്കും. പിന്നെ ഓരോരുത്തരായാലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് വർക്ക് ആയാലും ചെയ്യാനായിട്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും ഒരു മടിയും ഇല്ല ആർക്കും പറയാനായിട്ട്. ഞാൻ കൂടുതലും സൺലൈഫിനെയാണ് ബുദ്ധിമുട്ടിക്കാറ്. ആളുടെ അടുത്ത് ഒരു വലിയ താങ്ക്സ് പറയാട്ടാണ്. പക്ഷെ എപ്പോഴും ബുദ്ധിമുട്ടിക്ക് ഓരോന്നോരോന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആൾക്ക് ആ ട്യൂഷൻ എടുക്കുന്ന ഒരു ആളും കൂടിയാണ്. അപ്പൊ അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും അതിനുള്ളിൽ കൂടെ എല്ലാം പറഞ്ഞു തരും. ആരും ഗ്രൂപ്പിലായാലും നമ്മൾ എന്ത് ചോദിച്ചാലും ടൈം ഒരു ഇത്തിരി വൈകിയാലും റിപ്ലൈ തരാതിരിക്കില്ല. അങ്ങനെ ഒരു സഹകരണം ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ. മാം അത് ഒരു വട്ടമല്ല കേട്ടോ മാം, ഒരു വട്ടമല്ല പറഞ്ഞുതരാം. ചിലപ്പം 10 പേരുണ്ടെങ്കിൽ 10 വട്ടം പറഞ്ഞുതരും. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പില്. ഓരോരുത്തരും ഒരേ ചോദ്യങ്ങളായിരിക്കും പലതവണ ചോദിക്കുന്നത്, പക്ഷെ അതിനെല്ലാം 10 എണ്ണത്തിനും ഉത്തരം ആള് തന്നിരിക്കും. ഭയങ്കര സപ്പോർട്ടീവ് ആണ് ശരിക്കും ഞങ്ങളെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഈ ക്ലാസ്സിൽ മനസ്സിലായാലും ക്ലാസ്സിൽ കയറാത്തവർക്ക് പോലും ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമ്മുടെ വെറുതെ ആ ചാറ്റ് നോക്കുക, അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ഇതെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ഒരു തവണ എന്ന് ചോദിച്ചു. പക്ഷെ ആ റിപ്ലൈ തരുന്ന ആൾക്ക് ഭയങ്കര ക്ഷമയോടുകൂടി ആ 10 തവണയും റിപ്ലൈ തരുന്നുണ്ട്. ആ 10 ആൾക്കും ഒരേപോലെ തന്നെ എന്താ വെച്ചാൽ ദേഷ്യം വരാതെയും പല ടൈമിലാണെങ്കിലും ആള് റിപ്ലൈ തരും. ആരാണെങ്കിലും ഇപ്പൊ ഒരു ജസ്റ്റ് പേജ് നമ്പർ ചോദിച്ചാൽ മതി, ഏത് പേജ് ആണ് എന്ന് ചോദിച്ചാൽ 10 ആള് റിപ്ലൈ തരും. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഗ്രൂപ്പിനെ മിസ് ചെയ്യും മാം ഞങ്ങള്. പക്ഷെ അത്രയും ഫസ്റ്റ് മുതലേ
ഈ നിമിഷം വരെയും അത് ഭയങ്കര ആക്റ്റീവ് തന്നെയാണ്. എത്രത്തോളം ഗ്രൂപ്പ് മുന്നോട്ട് പോകും എന്നറിയില്ലായിരുന്നു ഫസ്റ്റ് തുടങ്ങുമ്പോൾ. പക്ഷെ ഈ നിമിഷം വരെയും ആ ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആണ്. എന്ത് ഡൗട്ട് ചോദിച്ചാലും എന്ത് പൊട്ടത്തരം ചോദിച്ചാലും ശരിക്കും അത് നമുക്ക് പറഞ്ഞു തരും ശരിക്കും ആ ഗ്രൂപ്പിൽ എല്ലാവരും. വെരി ഗുഡ്. നല്ലത് കോമൺ ആയിട്ട് കേട്ടൊരു പേരാണ് സനില. സനിലയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. സനില അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഒരാളെ കുറിച്ച് ക്ലാസ്സിൽ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊരു പേടി എനിക്കുണ്ട്. ഇല്ലാന്നില്ല, പേടിയുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കൊന്നും തോന്നരുത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷെ ബാക്കി ആരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഞാൻ പിക്ക് ചെയ്യുന്ന രണ്ട് പേര് ഞാൻ പറയാണ്. ബാക്കി ആർക്കൊന്നും തോന്നരുത്. ഓക്കെ, ബാക്കി എല്ലാവരും ഞാൻ അവരെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ആരും ബെസ്റ്റ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ രണ്ട് പേര് എന്ന് പറയുന്നത് സനില ആൻഡ് ടീന. കാരണം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുകയാണെങ്കിലും ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറയുകയാണെങ്കിലും ഒരു മടിയില്ലാണ്ട് അത് രണ്ട് പേരായിരിക്കും മുന്നോട്ട് വരാം. ഓക്കെ, ടീനക്കാണെങ്കിലും സനിലക്കാണെങ്കിലും എപ്പോഴും സനിലക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പോലും സനില ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്, പ്രസന്റബിൾ ആണ്. അതുപോലെ ടീനയാണെങ്കിൽ ടീന ബിസിയാണ്, അറിയാം. നമ്മൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന ബഹളങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. സോ എന്നിട്ട് പോലും ക്ലാസ്സിൽ ഓക്കെ മാം ഞാൻ പറയാം എന്ന് ഒരു മടിയും കൂടാതെ രണ്ട് പേരാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഗ്രൂപ്പിൽ മിക്കവാറും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം പേര് കേട്ടല്ലോ, ഒരു പേര് സനിലാണ് പേരുണ്ട്. സോ എനിക്ക് രണ്ടുപേരെയും പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാവരും ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എല്ലാവർക്കും ഒരേപോലെയാണ് അവസരങ്ങൾ. അല്ല ഞാൻ സനില ഇതെടുക്കൂ ടീന ഇതെടുക്കൂ എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രണ്ടുപേരെ ഞാൻ വിളിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എല്ലാവരോടും ഈക്വലി ആണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യൂ, അത് ക്ലാസ് എടുക്കുന്നുണ്ടോ, ആരൊക്കെ വില്യം കാണുന്ന ചോദിച്ചാൽ ഈ രണ്ട് പേര് എന്തായാലും വരും. അതെനിക്ക് അറിയാം. അവരോട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ രണ്ടുപേരെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്നാലും ആ രണ്ട് പേര് എന്തായാലും അവർ പറയും. അല്ലെ, ബാക്കി എല്ലാവരും പറയുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവരും സപ്പോർട്ടീവ് ആണ്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടല്ലോ ആ പേര് എനിക്ക് രണ്ട് പേരെന്ന് പറഞ്ഞപ്പോൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടോ സനില ആൻഡ് ടീന. ഞങ്ങളത് മലപ്പുറം പറയാമോ, ഇതിങ്ങനെ പേര് പറയാമോ എന്ന് വിചാരിച്ചിട്ട് പറയാതായി. രണ്ടുപേരും ഞങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന പേരുകളാണ്. പക്ഷെ ഒരാൾക്കിനും വിഷമാവോന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. മിസ് പറഞ്ഞത് വളരെ 100% കറക്റ്റാ. വേറെ ആർക്കും ഒന്നും തോന്നരുത്, കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആണ്. ടീന ടീച്ചറിനെ ഞാൻ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം ട്രിപ്ലെക്സ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ. സനില ടീച്ചറിന് പിന്നെ ട്യൂഷനുണ്ട് ഒക്കെ. ഞാൻ ഈ സ്കൂളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സമയത്ത്. ഈ സനില ടീച്ചറിന് അറിയാം ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ പറഞ്ഞപ്പോ. അപ്പൊ സനില ടീച്ചർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വോയിസ് അയച്ചാണെങ്കിലും പിക്ചർ ഇട്ടാണെങ്കിലും റെക്കോർഡിനൊക്കെയാണെങ്കിൽ അതേമാതിരി ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആള്. ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. അതെനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സനിലയും ടീനയും അല്ല ചെയ്യുന്നത്. സോ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ, ആരെങ്കിലും നമ്മളോട് ഡൗട്ട്സോ എന്താണ് ചോദിക്കുന്നത് എത്ര പ്രാവശ്യം ചോദിച്ചാലും അത് പറയാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അത് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് എനിക്ക് പറയാം. നിങ്ങൾ പഠിപ്പിക്കാൻ പോണ കുഞ്ഞു കുട്ടികളെ ആണെങ്കിലും അവരും ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതും കേട്ടറിഞ്ഞ് ചെയ്യേണ്ടതും രണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോ ബാക്കി ഞാൻ ഈ രണ്ട് പേര് പറഞ്ഞോണ്ട് ഞാൻ പിന്നെയും പറയാണ്, വേറെ ആർക്കും വിഷമോ ഒന്നും തോന്നരുത്. എനിക്ക് പേഴ്സണലി എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഈ രണ്ടുപേരും ക്ലാസ്സിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് രണ്ടുപേര് പറഞ്ഞത്. ഞാൻ ഒരു ക്ലാസ്സിലും ഇതേപോലെ ഇങ്ങനെ ഒരു പേര് ഞാൻ മെൻഷൻ ചെയ്ത് ഇതുവരെയും ഒരു ബാച്ചിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ദിസ് ഇസ് ഫസ്റ്റ് ബാച്ച്. ഓക്കെ, കാരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഓക്കെ, പക്ഷെ അതാർക്കും ഒന്നും തോന്നരുത്. ഓക്കെ, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനപ്പോ ആകെ കുറച്ച് സമയമുള്ളൂ, പക്ഷെ എത്രത്തോളം പറഞ്ഞു തീരുന്ന അറിയില്ല. ഫസ്റ്റ് ഞാൻ ഈ ബാച്ചിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാറ്. എന്നെ ഞാനാക്കിയ ബാച്ചും എന്നെ ഞാനാക്കിയ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും മിസ്സുമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്.
സാരി ഉടുക്കണം എന്നുള്ളൊരു കാരണം കൊണ്ട് പ്ലസ് ടു അല്ല ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ TTCക്ക് പോവാത്ത ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം BCom എടുത്തു, ദെൻ MBA എടുത്തു. പക്ഷെ 7-8 വർഷത്തോളമായിട്ട് കഴിവുകളെല്ലാം കുഴിച്ചു മൂടി വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് സ്മാർട്ട് ശ്രീയുടെ പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അങ്ങനെ ടീച്ചിങ്ങിന്റെ ഒരു ജസ്റ്റ് ഒരു ട്യൂഷൻ എടുക്കൽ വന്നു. ദെൻ അതിലേക്ക് പിന്നെയും ഇൻട്രസ്റ്റഡ് ആയി. ദെൻ സ്മാർട്ട് ശ്രീയുടെ ഒരു മെസ്സേജ് വരുന്നു, ജോയിൻ ചെയ്യുന്നു. അതും ആക്ച്വലി ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ്. ഞാൻ എന്നെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കംഫർട്ട് സോണിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരുപാട് ബഹളങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദെൻ സ്മാർട്ട് ശ്രീയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ജയദേവ് സാറിന്റെ ക്ലാസ്സിൽ ഒരു എന്താ ഒരു മനഃശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചപ്പോ എന്റെ കോൺഫിഡൻസ് എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞപ്പോ സാറ് തിരിച്ച് അതാരാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സനിലയാണ് സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും സാറ് വെരി ഗുഡ് എന്ന് പറഞ്ഞു. ആ സമയം തുടങ്ങിയതാണ് എന്റെ കോൺഫിഡൻസ്. ദെൻ പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ അറിവുകൾ ശേഖരിക്കണമെന്നും നല്ല രീതിയിലേക്ക് പോകണമെന്നും, ഞാനൊരു ടീച്ചറാണെന്ന് അന്ന് മുതൽ ഞാനൊരു പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. അങ്ങനെ പിന്നെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ പേഴ്സണലി ഉണ്ടാക്കണം എന്ന് സാറ് പറഞ്ഞപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി അന്ന് ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ട് ഞാനായിട്ട് തന്നെയാണ് മുൻകൈ എടുത്തത്. പക്ഷെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ട് വന്നു. അങ്ങനെ ജെറിനാണ് ഫസ്റ്റ് വന്നത്. ജെറിൻ ടീച്ചർ വന്നു, ഗ്ലാഡിസ്, അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും അതൊരു ഗ്രൂപ്പിൽ എല്ലാവരും ആഡ് ആക്കി. ഇതുവരെ ബാച്ചിലുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ ആഡ് ആക്കി. പറയാനുള്ളത് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ബാച്ചാണ്. കാരണം നമ്മൾ അന്നേ പറഞ്ഞിരുന്നു, ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞത് നിങ്ങൾ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ, പക്ഷെ വേറെ രീതിയിലുള്ള ഒരു മെസ്സേജസും കാര്യങ്ങളും അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അഡ്മിൻ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇതേ മെസ്സേജ് ഇട്ടിട്ട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ ഒരു ബാച്ചായിരുന്നു. മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ. ഒരിക്കൽ അപർണ മാം പറയുകയും ചെയ്തു, നിങ്ങളുടെ ഗ്രൂപ്പ് ഭയങ്കര മെച്യൂർഡ് ആണല്ലോ എന്ന്. അങ്ങനെ ആവശ്യമില്ലാത്ത സംസാരമില്ല, ആവശ്യമില്ലാത്ത ബഹളമില്ല, ഒന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കും. ചില സമയത്ത് എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് എനിക്കിവിടെ അത് വോയിസ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ, ഭയങ്കരമായിട്ട് അയ്യോ ഞാനത് റേസ് ആയിട്ട് പറഞ്ഞോ എന്നുള്ളത്. പക്ഷെ ആരും തന്നെ പോസിറ്റീവായി നെഗറ്റീവായിട്ട് എടുക്കില്ല. എല്ലാവരും പോസിറ്റീവായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്രയധികം സ്നേഹത്തോടെ ഇപ്പോൾ ഈ നിമിഷത്തിന് തൊട്ട് മുമ്പ് പോലും പേഴ്സണലി പോലും വിശേഷങ്ങൾ അന്വേഷിക്കുന്ന ഒരു ബാച്ചാണ്. അങ്ങനെ എന്നെ ഞാനാക്കിയ ഒരു ബാച്ചാണ്. അടുത്തതായിട്ട് പറയുന്നത് മിസ്സിനെ കുറിച്ചാണ്. പെട്ടെന്ന് തീർക്കട്ടോ, മിസ്സിന് ക്ലാസ് ഉണ്ടല്ലോ. മിസ് മോട്ടിവേഷന്റെ എന്താ പറയാ, മോട്ടിവേഷൻ തന്ന് ഞങ്ങളെ കഴിഞ്ഞ ദിവസത്തെ മോട്ടിവേഷൻ ലാസ്റ്റ് വൈവയ്ക്ക് അത്ര ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. മിസ് പറഞ്ഞതോടുകൂടി അങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാം. അത്തരത്തിൽ മോട്ടിവേഷൻ തന്ന് ഞങ്ങളാക്കി മാറ്റിയ മിസ്സാണ്. ഇംഗ്ലീഷിനോടുള്ള ഭയം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ പുതിയ വാക്കുകൾ പഠിക്കണമെന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പേടി തന്നെയാണ്. ഞാൻ ഇത്രയധികം മലയാളത്തിൽ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് സെന്റൻസ് എന്റെ മൈൻഡിലുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാ, മിറർ നോക്കി സംസാരിക്കുന്ന ആളാ. പക്ഷെ മറ്റൊരാളോട് പറയാനായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട്. പക്ഷെ ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ട്രൈ ചെയ്തുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും എല്ലാം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കോൺഫിഡൻസ് തന്നത് മിസ്സാണ്. ഇനി ബാക്കിയുള്ള മിസ്സുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് ശ്രീയുടെ എല്ലാ മിസ്സുമാരും ഞങ്ങൾ എന്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും കേൾക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നവരാ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നമ്മൾക്ക് കേൾക്കാനുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതായത് ഈവൻ നമ്മുടെ പൊട്ടത്തരാണെങ്കിലും ഒരാളിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മുടെ സ്മാർട്ട് ശ്രീയിലെ എല്ലാ മിസ്സുമാർക്കും ഉണ്ട്. അപ്പോൾ മിസ്സിനായാലും പിന്നെ അശ്വതി മിസ് ഉണ്ട്, അശ്വതി മിസ്, അപർണ മിസ്, ജിഷ മാം, എല്ലാവരും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പറയും. ചിലപ്പോൾ അതും കേട്ടോണ്ടിരിക്കും ഇങ്ങനെ. അതുപോലെ നമ്മളെങ്ങനെ വന്നില്ലെങ്കിൽ ജസ്റ്റ് പേര് വിളിച്ചൊന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. ഒരാൾ നമ്മളെ ഓർക്കാനും ഒന്ന് പേര് വിളിക്കാനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പൊ അത്തരത്തില് ഇതുവരെ പഠിച്ചിട്ട് ഞാൻ PG MBA വരെ ചെയ്തിട്ടും എനിക്ക് ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള ഒരു കോൺഫിഡൻസും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് തന്നെ ആവർത്തിക്കുകയാണ്, എന്നെ ഞാനാക്കി മാറ്റിയ ഒരു കോഴ്സാണത്. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയും എന്നെ ഞാനാക്കി. എനിക്ക് ഇന്ന് രാവിലെ ഒരു ട്യൂഷന് ഒരു കുട്ടിയും കൂടി വന്നു. സോ ഇപ്പൊ ടോട്ടലി എനിക്ക് 17 കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കോഴ്സിന്റെ ബലത്തിലാണ് ഞാൻ എല്ലാവരെയും അഡ്മിഷൻ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കൂ എന്ന് പറയാണ്. ഈ ഒരൊറ്റ കോഴ്സിന്റെ ബലത്തില്, ഈ ഒരു കോൺഫിഡൻസിന്റെ ബേസില്, എന്റെ കൂട്ടുകാരുടെ സപ്പോർട്ടില്
ഒക്കെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും എല്ലാത്തിലും. താങ്ക്സിനൊന്നും ഒതുക്കാൻ പറ്റില്ല, എന്ന് എല്ലാവരും മൈൻഡിലുണ്ടാവും. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഞാനിവിടെ ക്ഷമ ചോദിക്കാം. പിന്നെ എന്താ പറയാ, സന്തോഷമാണ്, വളരെ വളരെയധികം സന്തോഷമാണ്. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിന്റെ പേരിൽ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട്, എന്റെ ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ, ഞാൻ വേണ്ടാന്ന് വെച്ച് ഈ ക്ലാസ് എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അത്രയ്ക്കും സന്തോഷമുണ്ട്. പിന്നെ എന്താ, കോൺഫിഡൻസ് തന്നതിന് എല്ലാത്തിനും. പിന്നെ ഈ നമ്മുടെ ബാച്ചിലെ കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത് അവര് തന്നെയാണ്. എനിക്ക് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ്, തുടക്കം മുതൽ, കുഞ്ഞുനാൾ മുതൽ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് തന്നത് ഇവരാണ്. എന്തും ചോദിക്കാറുണ്ട് എന്നോട്. കുറച്ച് വൈകിയാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് മനസ്സിലാവാറുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നതും എന്റെ ബാച്ചാണ്. സോ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കാണ് കേട്ടോ മിസ്സിനെയും. ഇപ്പൊ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടായിരിക്കും. ലവ് യു ഓൾ. മിസ്സിനോടും ലവ് യു. ഓക്കെ, ഞാനെന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെന്താ, സെന്റിമെന്റൽ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഇമോഷണൽ ആകാൻ പാടില്ല. കാരണം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ വിഷമം ഉണ്ടാകും. ഒരിക്കലും ആ ഒരു വിഷമം നമുക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അത് നെഗറ്റീവ് മോഷനാണ്. നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ അതിൽ പരം സന്തോഷം ഒന്നുമില്ല അല്ലെ. നമ്മൾ സക്സസ്ഫുള്ളി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ, എത്രയും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അല്ലെ, അതൊക്കെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. ഓക്കെ, എല്ലാവരോടും പറയുന്ന ഒരു കാര്യം. മിക്ക ക്ലാസ്സിലും കണ്ടോണ്ടിരിക്കുന്ന ഇതാണ്, ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടാവും. ഓക്കെ, കരയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ എല്ലാവരും മുന്നൊന്നും ഞാൻ കരയുന്നില്ല, വേറെ കാര്യം. ഓക്കെ, അതുകൊണ്ട് പറയാനുള്ളത് അങ്ങനെ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ചാലും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെന്താ, ബാക്കി നമുക്ക് പിന്നെ പറയാം, സമയമുണ്ട്. നെക്സ്റ്റ് എന്നാ പറഞ്ഞ ക്ലാസ്? അയ്യോ, ക്ലാസ് എന്നാ പറഞ്ഞേ? 18th അല്ലേ, ഫോണിക്സ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ കാണാം നമുക്ക്. ഓക്കെ, ബാക്കി കുറച്ച് കാര്യങ്ങൾ അപ്പൊ പറയും. കുറച്ചൊരു കാര്യങ്ങൾ പറയാനുണ്ട്, ഇല്ലെന്നില്ല. സോ അപ്പൊ സംസാരിക്കാവുന്നതാണ് കേട്ടോ. മാക്സിമം എല്ലാവരും ഫോണിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് കംപ്ലീറ്റ് ആയി ഫോണിക്സ് വേണ്ട എന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. അറിയാലോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ മാക്സിമം എല്ലാവരും ഇതേപോലെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം. പിന്നെ ടേം 2-നുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞായിരുന്നു, അത് മാത്രം പഠിക്കുക. എക്സാം എഴുതുമ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ മാത്രം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണേ. ക്ലാസ് ഉണ്ട് പോലെ, അകത്തൊരു ക്ലാസ് ഉണ്ട്. സോ താങ്ക് യു. ഇന്നത്തെ സൈൻ ഔട്ടില് ഭയങ്കര സ്പെഷ്യലാണ്, സമയമില്ല. അല്ലെങ്കിൽ ഞാനും കൂടെ സംസാരിച്ചാൽ. എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ശരിക്കും. അതെ അതെ, ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ, ഒരു കിൻഡർ ഗാർട്ടൻ ക്ലാസ്സിൽ എങ്ങനെ പോയാലും ഉണ്ടാവും, അതുപോലെയാണ് എല്ലാ ദിവസവും എന്റെ വീട്ടിൽ. ആ ഒരു അവസ്ഥയാണ്. ഒരു ദിവസം ആ ഒരു റിയാലിറ്റി ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഒരൊറ്റ വാക്കില് മാം, ലവ് യു സോ മച്ച്. ഇംഗ്ലീഷ് ക്ലാസ് ഇത്രയ്ക്കും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മാം ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു. ഇനി ഞങ്ങളത് പകർന്ന് അത് ഈ ലോകം മുഴുവനും ഞങ്ങളുടെ ഈ കൂട്ടുകാർക്കും ഞങ്ങളിലൂടെ ഞങ്ങൾക്കത് സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ മാം, ഞങ്ങൾക്ക് ക്ഷമയോടെ മാം ക്ലാസ് ഞങ്ങളെ കേട്ടിരുന്നു. ഞങ്ങൾക്ക് മാമിന് എത്ര ഇഷ്ടപ്പെട്ടെന്ന് വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല. എത്ര മാം ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ഞങ്ങൾക്ക് വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. വി ലവ് യു സോ മച്ച്. വി വിൽ നോട്ട് forget your words, your inspirational talk, what you are to us. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച് മാം. ഇനിയും മാമിന്റെ ക്ലാസ്സുകളും മാമിനെ കോണ്ടാക്ട് ചെയ്ത ആ ഒരു കീപ്പ് ഇൻ ടച്ച് ഞങ്ങൾക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇനി ഒരു അവസരം കിട്ടുമ്പോൾ സംസാരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. എല്ലാവർക്കും സംസാരിക്കാം. നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും സംസാരിക്കൂ. ഓക്കെ, സോ താങ്ക് യു ഓൾ. സോ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മാം.